ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ, അതിന് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ പരീക്ഷ എന്നത്തേക്ക് വരും, അല്ലെങ്കിൽ എക്സാമിനേഷനൊക്കെ എപ്പോഴേക്കൊക്കെ ഉണ്ടാകും എന്നുള്ളത് പൊതുവേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ PSCക്ക് ഇതിന് എക്സിസ്റ്റ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ ഒക്കില്ല. അപ്പോൾ നമുക്കതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് ഡേറ്റാസ് വെച്ച് നമുക്കൊന്ന് അനാലിസ് ചെയ്ത് നോക്കാം. നമുക്കറിയാം, കാറ്റഗറി നമ്പർ 422/2024 എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ജൂനിയർ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയാണ്. നിലവിൽ 6 വേക്കൻസികളാണ് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിനടുത്ത് സാലറി കിട്ടുന്ന ഒരു തസ്തികയാണ്. 51,400 മുതൽ 1,10,300 ഇതിൻ്റെ സാലറി സ്കെയിൽ. 6 വേക്കൻസിയാണ് വന്നതെങ്കിലും ഇതിൻ്റെ എണ്ണം ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ലാത്തൊരു കാര്യമാണ്. അതിന് ആനുപാതികമായിട്ടുള്ളത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനാണ്. നമുക്ക് നേരത്തെയുള്ള നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നേരത്തെ നടന്നത് 2012 അന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കേവലം 4 വേക്കൻസികൾക്ക് വേണ്ടിയാണ് അന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ടായത്. 4 വേക്കൻസികൾക്ക് വേണ്ടിയാണ് നോട്ടിഫിക്കേഷൻ വന്നതെങ്കിലും അഡ്വൈസ് പോയത് 9 എണ്ണമായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അന്നത്തെ സാഹചര്യമാണ്. അതായത് 2012 നോട്ടിഫിക്കേഷൻ വന്ന് DOE 2017 നിലവിൽ വന്ന് അന്നത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 41.67 ആയിരുന്നു. അന്നത്തെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് 62.67 ഒരിക്കലും ആ ഒരു രീതിയിൽ നമ്മൾ ഇനി വരുന്ന എക്സാമിനേഷനെ കാണാൻ പാടില്ല. കാരണം മത്സരം മാറിയിട്ടുണ്ട്, കാലഘട്ടം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ആൾക്കാരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും അവരുടെ തയ്യാറെടുപ്പുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് എന്ത് തന്നെയാണ് ബാക്കി എല്ലാ പരീക്ഷകളുടെയും ഒരു ഡേറ്റ വെച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കൊരു 6 മാസത്തിനുള്ളിൽ ഈ പരീക്ഷ ഉണ്ടാകുമെന്ന് തന്നെ കരുതും. അതായത് 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടായേക്കാം എന്ന് കരുതി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, തയ്യാറെടുത്ത് മുമ്പോട്ട് പോകാൻ. അല്ലാതെ പരീക്ഷ വൈകും, ലേറ്റാകും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ പിന്നെ പഠിക്കാം എന്ന രീതിയിൽ നമ്മൾ ഇരിക്കരുത്. കാരണം പഠനം എന്ന് പറയുന്നത് നാളെ എക്സാം വന്നാൽ നമുക്ക് എഴുതാം എന്ന രീതിയിൽ നാം എക്വിപ്ഡ് ആയെങ്കിൽ മാത്രമേ ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളതൊരു പരമമായൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഏണസ് അക്കാഡമിയുടെ കോഴ്സുകൾ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതും പഠനവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള ഒരു വെബിനാർ ഏണസ് അക്കാഡമി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം. നിങ്ങൾ അതിൽ കയറിയിട്ട് ആ വെബിനാർ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയും ഒപ്പം തന്നെ നിങ്ങളുടെ പഠന രീതിയെ പറ്റിയും ഈ എക്സാമിനേഷൻ്റെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ മത്സര ലെവലെന്നും ഇതിൻ്റെ ജോബിൻ്റെ ക്യാരക്ടറും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് നിങ്ങളെ വളരെയധികം സഹായിക്കും. ഇനി നമ്മുടെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളായിട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏത് കോണിലിരുന്ന് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ലൈവായിട്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ വാട്സാപ്പ് പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി ഉണ്ട്. അതുവഴി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ നമ്മളോട് ഇന്ററാക്ട് ചെയ്യാനും അത് റീസോൾവ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പോട് കൂടി ഈ എന്നാണോ എക്സാം വരുന്ന അതുവരെയാണ് നമ്മൾ ഈ കോഴ്സ് നൽകുന്നത്. അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് നമ്മൾ ഈ കോഴ്സ് നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജി ബേസ്ഡ് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം പരീക്ഷകളിൽ നമുക്ക് ഉന്നതമായ റാങ്കിൽ എത്താൻ പറ്റുകയുള്ളൂ. കേവലം റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്നുള്ളതാവരുത് നമ്മുടെ ലക്ഷ്യം. കോഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർ മീതു മോഹനെ പോലെയും വൈശാഖ് വിജിയെ പോലെയൊക്കെയുള്ള വളരെ പ്രഗത്ഭരായ ഒരു പാനൽ ഓഫ് അധ്യാപകർ നയിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഏണസ്റ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നൽകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എഫേർട്ടിൻ്റെ ഫലം തന്നെയാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ പറ്റിയ ഈ റാങ്കുകൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1ഉം 2ഉം 3ഉം റാങ്കുകൾ വ്യത്യസ്തങ്ങളായ പരീക്ഷയ്ക്ക് നേടിയെടുക്കുന്നത് കൃത്യവും സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള പ്രിപ്പറേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ്. അതായത് കുട്ടികളെ സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ആയിട്ട് കേപ്പബിലിറ്റിയോടുകൂടി ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏണസ് അക്കാഡമിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഏണസ് അക്കാഡമിയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ വിജയം ഉറപ്പാക്കുക. മാത്രമല്ല ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, വെബിനാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് നേരിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ അത് സഹായിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ കാണാം. ഗുഡ് ബൈ.